സതിയുടെ 5ാമത്തെ എപ്പിസോഡാണ് ഇത്. മായ അങ്ങനെ സതിയുടെ റൂമിലേക്ക് കയറി ചെന്നു. മായയെ സതി കണ്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് മായയെ കെട്ടിപ്പിടിച്ചു. മായ സതിയെ സമാധാനപ്പെടുത്തി, നീ കരയാതിരിക്കൂ, എല്ലാത്തിനും പരിഹാരമുണ്ട്, നീ ഒന്ന് കരയാതിരിക്കൂ സതി എന്ന് പറഞ്ഞു. മായ വാതിലിന് പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് സതിയോട് സൗണ്ട് താഴ്ത്തി പറഞ്ഞു, ശിവൻ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. ഈ മൊബൈൽ നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. നീ എവിടെയെങ്കിലും ഒളിച്ചു വെക്കൂ, ശിവൻ വിളിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ബുക്ക് മേടിക്കാൻ എന്നും പറഞ്ഞാണ് വന്നത് കേട്ടോ. നീ വിഷമിക്കേണ്ട, എല്ലാം ശിവൻ എന്നോട് പറഞ്ഞു, എല്ലാം ശരിയാവും. സതി സമാധാനപ്പെടും, നമുക്ക് ഇതിനൊരു വഴി കണ്ടുപിടിക്കാം. ശിവൻ എന്നോട് പറഞ്ഞിരുന്നു, നീ വിഷമിക്കേണ്ട പറഞ്ഞു. ഞാൻ പോകുന്നു, നിൻ്റെ അമ്മയ്ക്കിനി സംശയം തോന്നും. എന്തായാലും നീ ഒരു ബുക്ക് എനിക്ക് താ, അല്ലെങ്കിൽ നിൻ്റെ അമ്മ സംശയിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ സതി ഒരു ബുക്കെടുത്ത് മായയ്ക്ക് കയ്യിൽ കൊടുത്തു. ശരി, കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ മായ സതിയുടെ റൂമിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. അമ്മേ, ഞാൻ പോകുന്നു. എന്താ നേരത്തെ പോകുന്നു? ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട അമ്മേ, എനിക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ മായ സതിയോട് യാത്ര ചോദിച്ചു. ഞാൻ പോകുകയാണ്. ശരി എന്ന് പറഞ്ഞ് മായ നടന്നുപോയി. സതി അവളുടെ റൂമിലേക്ക് കയറിപ്പോയി. എന്നിട്ട് സതി വാതിലടച്ചു. എന്നിട്ട് മായ കൊടുത്ത ഫോൺ എടുത്ത് ഓണാക്കി. എന്നിട്ട് ശിവനെ ഒന്ന് വിളിക്കാം എന്ന് അവളുടെ മനസ്സിൽ വിചാരിച്ചു. അവൾ ഫോൺ എടുത്ത് ശിവനെ വിളിച്ചു. ശിവൻ നോക്കിയപ്പോൾ സതിയാണല്ലോ. ഹലോ എന്ന് വെച്ചു. അവിടെ നിന്നൊരു പൊട്ടിക്കരച്ചിലായിരുന്നു സതിയുടേത്. ശിവൻ, കരയരുത്, നീ കരയാതിരിക്കൂ, നീ എന്തിനാ കരയുന്നത്? ഞാൻ നിനക്കില്ലേ, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും എന്ന് ശിവൻ അവിടെ നിന്ന് പറയുന്നു. സതി പൊട്ടിക്കരയുകയായിരുന്നു. ശിവൻ പറഞ്ഞു, സതി നീ കരച്ചിൽ നിർത്തി, എന്നെയും കൂടി നീ വിഷമിപ്പിക്കാതിരിക്കൂ, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഞാൻ ആദ്യം പറയുന്ന നീ കേൾക്കൂ, അച്ഛനും അമ്മയും പറയുന്ന നീ അനുസരിക്കണം. അച്ഛൻ പറയുന്ന ആളിനെ ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ ശിവൻ പറയുന്നത്? അങ്ങനെയല്ല, അവർ പറയുന്നതായി അനുസരിക്കുന്നതായി നീ അഭിനയിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ശിവൻ പറഞ്ഞു. ഇപ്പോൾ സതിക്ക് മനസ്സിലായില്ലേ? ഓ, മനസ്സിലായി. ഞാൻ നിനക്ക് നിർദ്ദേശങ്ങൾ തരാം, അതുപോലെ നീ ചെയ്താൽ മതി എന്ന് ശിവൻ സതിയോട് പറഞ്ഞു. നീ ആ ഫോൺ ആരെയും കാണിക്കരുത്, അത് ഒളിച്ചു വെക്കണം. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ രാത്രി ഞാൻ വിളിക്കാം, അപ്പോൾ എല്ലാം നിന്നോട് ഞാൻ പറയാമെന്ന് ശിവൻ സതിയോട് പറഞ്ഞു. ഓ എന്ന് പറഞ്ഞ് സതി ഫോൺ കട്ട് ചെയ്ത് ഫോൺ എടുത്ത് തലങ്ങണിയുടെ അടിയിൽ ഒളിച്ചു വെച്ചു. സതിയുടെ അച്ഛൻ രവി വന്നു ഭാര്യയോട് പറഞ്ഞു, നാളെ നിൻ്റെ മോളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്, അവളോട് പറഞ്ഞാരെ ഒരുങ്ങി നിൽക്കാൻ എന്ന്. ഭാര്യ ലീല ശരിയെന്ന് പറഞ്ഞു. നിൻ്റെ മോളെ നീ ഒന്ന് ഉപദേശിച്ചാരാ? മര്യാദയ്ക്ക് നിന്നാൽ അവക്ക് കൊള്ളാം എന്ന് പറഞ്ഞാരാ? സതിയുടെ അമ്മ സതിയെ വിളിച്ചു. മോളെ, നാളെ നിന്നെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞു. നീ ഒരുങ്ങി നിൽക്കണം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അച്ഛൻ്റെ സ്വഭാവം അറിയാലോ. അമ്മേ, എനിക്ക് കല്യാണം ഇപ്പോൾ വേണ്ട, എനിക്ക് പഠിക്കണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അച്ഛൻ തീരുമാനിക്കുന്നതേ ഇവിടെ നടക്കും. അങ്ങനെ സതി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ നടന്നു. റൂമിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ ഓർത്തു, ശിവനെ വിളിക്കാം, ശിവനെ വിളിച്ച് കാര്യം പറയാം എന്നും പറഞ്ഞ് തലങ്ങണി ഇടയിൽ നിന്ന് ഫോൺ എടുത്തു. അവൾ ശിവനെ വിളിച്ചു. അങ്ങനെ ശിവൻ ഫോൺ എടുത്ത്, എന്താ സതി, നാളെ എന്നെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരെയാണ്, എൻ്റെ കല്യാണം ഉറപ്പിക്കുമെന്ന് തോന്നുന്നു. ശിവൻ പറഞ്ഞു, നീ സമാധാനപ്പെട്, അവരെന്ത് പെണ്ണ് കാണാൻ വരട്ടെ, നീ ചായ കൊടു, അതിനൊന്നും പ്രശ്നമില്ല. ശിവൻ പറയുന്നത് ഞാൻ അയാളെ കല്യാണം കഴിക്കണമെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, നീ അഭിനയിക്കാൻ പറഞ്ഞില്ലേ നിന്നോട് ഞാൻ. അങ്ങനെ ശിവൻ പറഞ്ഞു, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ എൻ്റെ മോളെ, നിന്നെ ഞാൻ ഒരിക്കലും കളയില്ല, നിന്നെ എനിക്ക് വിട്ട് കളയാൻ പറ്റില്ല, നമ്മൾ രണ്ടിൻ്റെയും കല്യാണം നടക്കും, നീ സമാധാനപ്പെടും. ഞാൻ പറഞ്ഞ പോലെ നാളെ പെണ്ണ് കാണാൻ വരുമ്പോൾ നീ അവർക്ക് സന്തോഷമായി ചായയും കൊണ്ട് പോകണം കേട്ടോ, നല്ല കുട്ടിയായിട്ട്. അപ്പോൾ സതി ഓ എന്ന് പറഞ്ഞു. പിറ്റേന്ന് 10 മണിയായപ്പോൾ ഒരു കൂട്ടർ സതിയെ പെണ്ണ് കാണാൻ വന്നു. ഒരു 4 പേരുണ്ടായിരുന്നു. കാറിൽ വന്നിറങ്ങി. സതിയുടെ അച്ഛൻ രവി അവരുടെ അടുത്ത് പറഞ്ഞു, വരൂ, അകത്ത് കയറി ഇരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 4 പേരും കസാരയിലിരുന്നു. അപ്പോൾ സതിയുടെ അച്ഛൻ ചോദിച്ചു, ഇതിലാരാണ് പയ്യൻ? ഇവനാണ് പയ്യൻ. ഇവൻ പേരെന്തുവാണ്? അവൻ്റെ പേര് സുനി എന്നാണ്. അവന് ജോലി ടെക്നോ പാർക്കിലാണ് ജോലി. ഇത് 2 പേരും അവൻ്റെ കൂട്ടുകാരനാണ്. ഇതവൻ്റെ ചേട്ടൻ, മൂത്ത ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് അനിലെന്നാണ്. ബോക്കർ ബാസു രവിയോട് പറഞ്ഞു. ബോക്കർ ബാസു പറഞ്ഞു, ഇതാണ് സതിയുടെ അച്ഛൻ രവിയാണ് എന്ന് പയ്യനോട് പറഞ്ഞു. പയ്യൻ ചിരിച്ചു. അപ്പോഴാ രവി, ലീലേ, സതിയെ വിളിക്കൂ
എന്ന് പറഞ്ഞു. സതി കുളിച്ചൊരുങ്ങി നിൽക്കുകയായിരുന്നു. ലീല പറഞ്ഞ് ചായയും കൊണ്ട് പയ്യനും കൊണ്ട് ചിരിച്ചുകൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അമ്മേ, എനിക്ക് ഇപ്പോൾ കല്യാണം വേണ്ട, ഞാൻ പറയുന്നത് നീ ആദ്യം അനുസരിക്ക് എന്ന് ലീല സതിയോട് പറഞ്ഞു. സതി അങ്ങനെ ചിരിച്ചുകൊണ്ട് പയ്യന് ചായയുമായി ചെന്നു. സതിയുടെ ഈ കല്യാണം നടക്കുമോ? എന്തായിരിക്കും സംഭവിക്കുക? അടുത്ത എപ്പിസോഡിൽ